ഞാനുള്ളത് കുറ്റിപ്പുറത്തിനടുത്ത് അത്താണി ബസാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം 150ഓളം മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയിലാണ്. ഇത് പ്രകടിപ്പിച്ച അല്ലെങ്കിൽ പ്രദേശവാസികൾ ഇവിടെ എത്തി പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി ഈ കരാർ കമ്പനികൾ ഇവിടെ എത്തി ഈ വിള്ളലിൽ ഒരു പ്രത്യേക കെമിക്കൽ മിശ്രിതം ഒഴിച്ച് താൽക്കാലിക പരിഹാരം എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് പോരാ, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ഒരു പ്രധാന ആവശ്യം. എന്താണ് നിങ്ങളുടെ ഒരു പ്രധാന ആവശ്യം? വലിയ ആശങ്കയാണ്. പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിലെ മണ്ണ് മുഴുവനായിട്ട് എടുക്കുമ്പോൾ ആ ഭാഗത്തെ ഭിത്തി എന്താവും എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. അതൊക്കെ എഞ്ചിനീയർമാർ തീരുമാനിക്കേണ്ടതാണ്. ഇതെടുത്ത് കൃത്യമായ രീതിയിൽ ഈ റോഡൊക്കെ എങ്ങനെയാണോ ഈ മറ്റേ മെഷീൻ ഉപയോഗിച്ച് മണ്ണ് താഴ്ത്തിയിട്ട് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ ആദ്യം മുതലേ ചെയ്യണം എന്നുള്ളതാണ്. കാരണം മഴ പെയ്താലാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ മുഴുവൻ മണ്ണെടുത്തിട്ട് ശരിക്ക് ഫില്ല് ചെയ്ത് ലെയറായിട്ട് ഫില്ല് ചെയ്തിട്ട് ഇത് രണ്ടാമത് റീടാർ ചെയ്യണം. കൂടാതെ ഈ ഓവുപാലം ഇപ്പോൾ ഈ ഇത് പോകുന്ന ഓട അങ്ങോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് ആ ഭാഗത്തൊക്കെ നേരത്തെ കാണാനുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ പരിഹരിക്കും എന്നുള്ളത് അത് അവർ തന്നെയാണ് പറയേണ്ടത്. എന്തായാലും തൊട്ടടുത്തൊക്കെ വീടുകളാണ്. മുൻപ് വലിയൊരു ദുരന്തം ഉണ്ടായതാണ്. അത് ആളുകൾ അറിഞ്ഞതുകൊണ്ടാണ് 6 വീട്ടുകാർ അന്ന് രാത്രി തന്നെ മാറി താമസിക്കുകയും വലിയൊരു അപകടം ഒഴിവാവുകയും ചെയ്തത്. അപ്പോൾ ഇനി മഴ പെയ്താൽ ഇനിയും അത്തരത്തിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ കൈക്കൊള്ളേണ്ടത്. മുൻപ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? മുൻപല്ല, ഇപ്പോൾ ഇവർ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ഇപ്പോൾ താഴെ വെച്ചിട്ടൊരു ഇത് അടിച്ച് ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഈ വിള്ളൽ വരാൻ തുടങ്ങിയത്. ഇത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. പിന്നെ ഇത് പണ്ടേ മണ്ണ് ഫില്ല് ചെയ്തൊരു സ്ഥലമാണ്, ഉറച്ച് നിൽക്കുന്ന ഇതല്ല. ആദ്യത്തെ ഒരു ഹൈവേ പഴയ ഹൈവേ മാറ്റി പണിതതാണ് ഇത്. മുന്നേ അന്നും മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും അതിലൊരു ആശങ്ക ഉണ്ട്. ഇവിടെ ഉള്ള ആൾക്കാർ ഇതിനെ ഒരുപാട് ആളുകൾ പാസ് ചെയ്യണതാണ്. എന്താണ് ഈ കരാർ കമ്പനിക്കാർ വന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം കണ്ട് എന്താണ് അന്ന് പറഞ്ഞത്? അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് താഴത്തേക്ക് ഉള്ളിലില്ല, അത്ര താഴ്ചയില്ല. അപ്പോൾ ഗമ്മിട്ടിട്ട് ഒഴിച്ചപ്പോൾ അത് കുറച്ച് അപ്പുറത്ത് ഔട്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അവർ കണ്ടെത്തിയത്. എന്നിട്ട് അവർ പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ട് ടാറ് കംപ്ലീറ്റ്, അതായത് ഇത് ഉണ്ടായ സ്ഥലം മുതൽ കംപ്ലീറ്റ് ടാറ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ടാറിങ് ചെയ്താൽ ഈ പ്രശ്നം സോൾവ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോഴും ഡ്രെയിനേജിൻ്റെ അവിടുത്തെ ആ ഭാഗത്തുള്ള വിള്ളൽ എന്താണെന്നുള്ളത് അവർ എന്ത് ചെയ്യുമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. മറുപടിയില്ല. ചെയ്യാൻ നോക്കാമെന്ന് പറയണുള്ളൂ. എന്താണെന്നുള്ളത് ശരിക്ക് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ടാർ റിമൂവ് ചെയ്യും, എന്ന് റിമൂവ് ചെയ്യുക എപ്പോൾ ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ തൽക്കാലം ഗമ്മിട്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരമാവും തോന്നുന്നില്ല. പ്രധാനമായി ഇവർ പറയുന്നത് ഈ താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രം പോരാ, ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നാണ്. പലതവണ പരാതി പറഞ്ഞു അല്ലേ? പലതവണ പരാതി പറഞ്ഞു. ഇവിടെ പണിയെടുക്കുമ്പോഴൊക്കെ ആയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ട് ഇവിടെ വന്ന് നോക്കൂ, ഇതവിടെ വിണ്ട് വരുന്നത് കുറച്ച് ദിവസം കണ്ടിരുന്നുള്ളൂ. ഇവിടെ വന്ന് നോക്കുന്ന ഇപ്പം തന്നെ അതിനെന്താണെന്ന് വെച്ചാൽ പരിഹാരം കണ്ടോളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവും. വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വണ്ടികൾക്ക് അപകടം സംഭവിക്കും. തൊട്ടടുത്തുള്ള വീടുകൾക്കൊക്കെ അത് അപകടമായിട്ട് മാറും. അതുകൊണ്ട് ഇതിനുള്ള ശാശ്വത പരിഹാരം ഇപ്പം തന്നെ ഞങ്ങൾ കാണും. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ന് തന്നോ NH-ന്റെ പണി തുടങ്ങിച്ച് അന്ന് തോന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമുക്ക് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 വീടോളം നഷ്ടപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടിട്ട് 2022 മുതൽ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ നിമിഷം വരെ 2026 വരേക്ക് 6 വർഷത്തോളമായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെയും വാർഡ് മെമ്പറായിരുന്നു, ഇപ്പോഴും വാർഡ് മെമ്പർ, ഈ വാർഡിൻ്റെ തന്നെ മെമ്പറായിരുന്നു, ഇപ്പോഴും അതേ മെമ്പർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനും സുൽഫിയടങ്ങനെ ടീമടക്കം ഇതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടാണ് അന്ന് അവർക്ക് ഈ വീടിന് നഷ്ടപ്പെട്ട പരിഹാരമൊക്കെ ഞങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ളത്. അപകടം ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണം. അതിനുള്ള ആശങ്ക, നമ്മുടെ ജനങ്ങളുടെ ആശങ്ക എന്തായാലും പരിഹാരം ഉണ്ടാക്കി തരണം. അപ്പോൾ അവർ പറയുന്നത് ഇതിനു മുൻപ് ഈ പ്രദേശത്ത് 4ഓളം വീടുകൾ വലിയ തോതിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇനി മഴക്കാലമൊക്കെ വരാനിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും ചെന്നെത്തരുത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഒർലായിക്കൊപ്പം റിപ്പോർട്ടർ വി സോണർകൃഷ്ണ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.